എപ്പോഴെങ്കിലും ഒരു വലിയ തീരുമാനമെടുക്കാൻ പറ്റാതെ നിന്നിട്ടുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് ഏതാണ് ശരിയെന്നറിയാതെ ടെൻഷൻ അടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ മിക്കവരും ഇതനുഭവിക്കുന്നവരാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വിജയിച്ച ആളുകൾ അവരെങ്ങനെയാണ് ഈ സംശയങ്ങളെയൊക്കെ മറികടന്ന് കൃത്യമായ തീരുമാനങ്ങളെടുക്കുന്നത്? ഇന്ന് നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. അവരുടെ ആ ഒരു സീക്രട്ട് ഫ്രെയിംവർക്ക് നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ സക്സസ്ഫുള്ളായ ആളുകൾക്ക് ഒരു പൊതുവായ സ്വഭാവമുണ്ട്. എന്താണെന്നോ, അവരൊരിക്കലും അവരുടെ അന്നത്തെ മൂഡ് വെച്ചിട്ടല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്. അവർക്കതിന് കൃത്യമായൊരു സിസ്റ്റമുണ്ട്. അതായത്, ഇന്ന് സന്തോഷമുള്ള ദിവസമാണ്, അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. നാളെ മൂഡ് ഓഫാണ്, അതുകൊണ്ട് വേറെ വഴിക്ക് പോകാം. അങ്ങനെയല്ല. കാരണം അവരുടെ തീരുമാനങ്ങൾ വരുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന വികാരങ്ങളിൽ നിന്നല്ല, മറിച്ച് ഉറച്ച തത്വങ്ങളിൽ നിന്നാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഈ തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ, ആ ഒരു ട്രാപ്പിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. അത് മനസ്സിലാക്കിയ ശേഷം അതിനെ മറികടക്കാനുള്ള 5 കിടിലൻ തന്ത്രങ്ങളിലേക്ക് നമ്മൾ കടക്കും. റെഡിയല്ലേ? നമ്മളെല്ലാവരും ഇതിലൂടെ പോയിട്ടുണ്ടാവും, ഉറപ്പാണ്. ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട എന്ന അവസ്ഥയിൽ ഇങ്ങനെ ആടി ഉലഞ്ഞു നിൽക്കുന്ന ആ ഒരു നിമിഷം. അതൊരു ഇമോഷണൽ റോളർ കോസ്റ്റർ റൈഡ് പോലെയാണല്ലേ. അവസാനം എവിടെയെത്തും? എവിടെയെങ്കിലും ഒരു കോംപ്രമൈസിൽ. അത് സ്ഥിരതയില്ലാത്ത റിസൾട്ടുകളിലേക്ക് നമ്മൾ കൊണ്ടുപോകും. ഈ ഒരു കെണിയിലാണ് പല നല്ല സാധ്യതകളും ഇല്ലാതായി പോകുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, എങ്ങനെ ഈ കെണിയിൽ നിന്ന് പുറത്ത് കടക്കാം? ഇതാ നമ്മുടെ ആദ്യത്തെ പ്രിൻസിപ്പിൾ. നമ്മുടെ ഫീലിംഗ്സ് അനുസരിച്ച് തീരുമാനമെടുക്കുന്നത് അങ്ങ് നിർത്തുക. ചിലപ്പോൾ ദേഷ്യം വരും, ചിലപ്പോൾ സന്തോഷം വരും. അതിനനുസരിച്ച് നമ്മുടെ തീരുമാനങ്ങൾ മാറാൻ പാടില്ല. പകരം നമ്മൾ മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെച്ച ചില ഉറച്ച തത്വങ്ങളുണ്ടാവണം. അതിനെ ബേസ് ചെയ്ത് വേണം ഓരോന്നും തീരുമാനിക്കാൻ. നോക്കൂ, ഈ 2 രീതികളും തമ്മിൽ ആനയും ആടും പോലത്തെ വ്യത്യാസമുണ്ട്. നമ്മൾ ഇമോഷണലായി തീരുമാനമെടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അയ്യോ, അത് പറഞ്ഞാൽ അയാൾക്ക് വിഷമമാവുമോ? ആ ഒരു സംസാരം ഒഴിവാക്കാം. അല്ലെങ്കിൽ വേണ്ടത്ര പെർഫോം ചെയ്യാത്ത ആളെ വെച്ചുകൊണ്ട് പോകാം, ഒരു വിഷമം വേണ്ട. ഇങ്ങനെ പോകും കാര്യങ്ങൾ. പക്ഷെ നമ്മൾ പ്രിൻസിപ്പിൾസ് വെച്ച് തീരുമാനിക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് റിസൾട്ടിലായിരിക്കും, വികാരങ്ങൾക്കല്ല ഫലങ്ങൾക്കായിരിക്കും പ്രാധാന്യം. അപ്പോഴാണ് നമുക്ക് സ്ഥിരതയുള്ള പ്രിഡിക്റ്റബിളായ വിജയം കിട്ടുന്നത്. ഒരു ഉദാഹരണം പറയാം. നതാലി ഡോസൻ എന്നൊരു സംരംഭക, അവർക്ക് ഒരു ജീവനക്കാരനെ പിരിച്ചുവിടേണ്ടി വന്നു. അത് വ്യക്തിപരമായ ദേഷ്യം കൊണ്ടൊന്നും ആയിരുന്നില്ല, മറിച്ച് അവരുടെ കമ്പനിക്ക് വിശ്വസ്തത അഥവാ ട്രസ്റ്റ് വർത്തിനെസ് എന്നൊരു കോർ പ്രിൻസിപ്പിളുണ്ടായിരുന്നു. ആ ജീവനക്കാരൻ അതിനു വിരുദ്ധമായി പ്രവർത്തിച്ചു. അപ്പോൾ തീരുമാനം സിമ്പിളായി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്കും ഇതുപോലെ ഒരു 5 അല്ലെങ്കിൽ 6 പ്രധാനപ്പെട്ട തത്വങ്ങൾ വേണം. എന്നിട്ട് ഓരോ വലിയ തീരുമാനവും ഈ തത്വങ്ങൾ എന്ന അരിപ്പയിലൂടെ കടത്തിവിടുക. ശരി, അപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾസ് സെറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുക. അതാണ് നമ്മുടെ രണ്ടാമത്തെ തത്വം. ഉറപ്പ് നേടിയെടുക്കുക. അതായത് നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിൽ നമുക്ക് തന്നെ ഒരു വിശ്വാസം വേണം. ഒരു ഉറച്ച ബോധ്യത്തോടെ മുന്നോട്ടു പോകാനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്യണം. ഈ ഉറപ്പെന്ന് പറഞ്ഞാൽ വെറുതെ കണ്ണടച്ച് ഒരു ഭാഗ്യപരീക്ഷണം നടത്തുന്നതല്ല കേട്ടോ. അത് ഓവർ കോൺഫിഡൻസുമല്ല. മറിച്ച് ഒരു വിഷയത്തിൽ നമുക്ക് എന്തൊക്കെ അറിയില്ല എന്നാദ്യം നമ്മൾ മനസ്സിലാക്കുന്നു. എന്നിട്ട് ആ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടി അറിവ് നേടുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ തീരുമാനങ്ങളിൽ നമുക്കൊരു ഉറപ്പ് വരും. അതാണ് സംഭവം. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു നോക്കൂ. ഒരു സ്റ്റോക്ക് അത് 100% ഉറപ്പായിട്ടും 10 ഇരട്ടി റിട്ടേൺ തരുമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ എത്ര രൂപ അതിൽ ഇൻവെസ്റ്റ് ചെയ്യും? നിങ്ങളുടെ കയ്യിലുള്ളത് എല്ലായിടത്തും ഇടില്ലേ? ഒരു സംശയമില്ല. ഇതാണ് ഉറപ്പിൻ്റെ പവർ. നമുക്ക് എത്രത്തോളം സെർട്ടനിറ്റി ഉണ്ടോ അതനുസരിച്ചിരിക്കും നമ്മുടെ ആക്ഷൻ്റെ വലിപ്പവും വേഗതയും. നമ്മളിൽ പലരും വിചാരിക്കുന്നത് ഒരുപാട് തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കുന്നതാണ് മിടുക്ക് എന്നാണല്ലേ. എന്നാൽ നമ്മുടെ മൂന്നാമത്തെ തത്വം നേരെ തിരിച്ചാണ് പറയുന്നത്. നിങ്ങൾ ജീവിതത്തിൽ കൂടുതൽ വിജയിക്കുമ്പോൾ നിങ്ങളുടെ വിലയിരിക്കുന്നത് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നതിലല്ല, മറിച്ച് വളരെ കുറച്ച് എന്നാൽ ഏറ്റവും മികച്ച, ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിലാണ്. ആമസോണിന്റെ തലപ്പത്തിരിക്കുന്ന ജെഫ് ബെസോസ് പറയുന്നത് കേട്ടാ നമ്മൾ ഞെട്ടും. അദ്ദേഹം പറയുന്നു, ഞാൻ ഒരു ദിവസം 3 നല്ല തീരുമാനങ്ങൾ എടുത്താൽ എനിക്കത് ധാരാളം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നിന്റെ തലവൻ പോലും ഫോക്കസ് ചെയ്യുന്നത് തീരുമാനങ്ങളുടെ ക്വാളിറ്റിയിലാണ്, ക്വാണ്ടിറ്റിയിലല്ല. ഇനി ഇത് കേട്ടോളൂ. വാറൻ ബഫറ്റ് ഈ ഐഡിയയെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോവുകയാണ്. അദ്ദേഹം ബെസോസിനെക്കുറിച്ച് പറയുന്നത് അയാൾ ഒരു വർഷം 3 നല്ല തീരുമാനമെടുത്താൽ തന്നെ വലിയ കാര്യമാണ് എന്നാണ്. ദിവസമെന്നല്ല, വർഷം. എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമ്മുടെ മെൻ്റൽ എനർജി, നമ്മുടെ ബ്രെയിൻ പവർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക, ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെ പ്രാവർത്തികമാക്കാം? സിമ്പിളാണ്. ഒരു ചെറിയ എക്സസൈസ് ചെയ്തു നോക്കാം. നാളെ രാവിലെ എഴുന്നേറ്റതു മുതൽ ഉച്ചവരെ നിങ്ങളെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും, ചെറുതും വലുതുമായ എല്ലാം ഒരു പേപ്പറിൽ എഴുതുക. എന്നിട്ട് വൈകുന്നേരം അതൊന്ന് നോക്കുക.
ഇതിൽ ഏതൊക്കെയാണ് ശരിക്കും ഒരു ഇമ്പാക്റ്റും ഇല്ലാത്ത തീരുമാനങ്ങൾ? ഏതൊക്കെ നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കാം, ചിലപ്പോൾ പൂർണ്ണമായി ഒഴിവാക്കാൻ പോലും പറ്റുമായിരിക്കും? ഈയൊരു ഓഡിറ്റ് മാത്രം മതി നിങ്ങളുടെ എനർജി എവിടെയാണ് ചോർന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാൻ. ഇനി നമ്മുടെ 4ാമത്തെ പ്രിൻസിപ്പിൾ. ഇത് പെർഫെക്ഷനിസ്റ്റുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതായത് എല്ലാം ശരിയാവട്ടെ എന്നിട്ട് തുടങ്ങാമെന്നൊരു ചിന്തയുണ്ടല്ലോ. എല്ലാ ഡേറ്റയും കിട്ടട്ടെ, ഏറ്റവും നല്ല സമയം വരട്ടെ, ഇങ്ങനെ കാത്തിരിക്കുന്നത് നമ്മളെ എവിടെയും എത്തിക്കില്ല. പകരം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് വ്യക്തതയാണ്, പൂർണ്ണതയല്ല. ഒരു തീരുമാനം 100% പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും അത് എടുക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണമെന്താണെന്നറിയാമോ? അത് മൊമെന്റം ഉണ്ടാക്കും. അതായത് ഒരു മുന്നേറ്റം. ഒരു കാര്യത്തിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് വ്യക്തമായി പറഞ്ഞാൽ നിങ്ങളുടെ ടീമിന് അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും. മുന്നോട്ടു പോകുമ്പോൾ പുതിയ വിവരങ്ങൾ കിട്ടും. ഒരിടത്ത് തന്നെ സ്റ്റക്കായി നിൽക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണത്. അപ്പോൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ, ഞാൻ പെർഫെക്ഷന് വേണ്ടി കാത്തിരിക്കുകയാണോ അതോ പ്രോഗ്രസ് ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുക്കുകയാണോ? പലപ്പോഴും ഏറ്റവും മികച്ചത് എന്ന ചിന്തയിൽ നല്ലത് ചെയ്യാൻ പോലും നമ്മൾ മറന്നുപോകും. ഒരുപാട് സമയം വെറുതെ കളയും. ഈ സൈക്കിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങളൊരു ക്ലിയർ തീരുമാനമെടുക്കുന്നു, അത് മൊമെന്റം ഉണ്ടാക്കുന്നു. ഈ മുന്നോട്ടു പോക്ക് കാരണം നിങ്ങൾക്ക് പുതിയ ഡേറ്റ കിട്ടുന്നു. ആ ഡേറ്റ ഉപയോഗിച്ച് അടുത്ത തീരുമാനമെടുക്കാൻ എളുപ്പമാവുന്നു. കണ്ടോ, ഇതൊരു പോസിറ്റീവ് ലൂപ്പാണ്. നേരത്തെ പറഞ്ഞ നദാലിയുടെ കാര്യം തന്നെ എടുക്കാം. ഒരു പോഡ്കാസ്റ്റ് വീണ്ടും തുടങ്ങണോ വേണ്ടയോ എന്ന സംശയത്തിലായിരുന്നു അവർ. അവസാനം അവർ വേണ്ട എന്ന് ഉറച്ചൊരു തീരുമാനമെടുത്തു. ആ ഒരു ക്ലാരിറ്റി കിട്ടിയതോടെ ടീമിന്റെ മുഴുവൻ എനർജിയും വേറെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ അവർക്ക് പറ്റി. ഓക്കെ, നമ്മൾ അവസാനത്തെ തത്വത്തിലേക്കെത്തി. ഒരുപക്ഷെ ഇതാണ് എല്ലാത്തിലും വച്ച് ഏറ്റവും പ്രധാനം. നമ്മളെടുക്കുന്ന മറ്റെല്ലാ തീരുമാനങ്ങളെയും ഫിൽട്ടർ ചെയ്യാനുള്ള ഒരു ഫൈനൽ അരിപ്പ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഈ ഒരു നമ്പർ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. 10. വെറും 10. കാരണം ഈ ഒരു നമ്പർ മതി നിങ്ങളുടെ ഇന്നത്തെ തീരുമാനങ്ങളെ മുഴുവനായി മാറ്റിമറിക്കാൻ. ഇനി നിങ്ങൾ ഏതൊരു വലിയ തീരുമാനമെടുക്കുന്നതിന് മുൻപും നിങ്ങളോട് തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കുക. 10 വർഷം കഴിയുമ്പോൾ ഇന്ന് ഞാനെടുത്ത ഈ തീരുമാനത്തെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് അഭിമാനം തോന്നുമോ? ഈ ഒരൊറ്റ ചോദ്യം അത് മതി നിങ്ങളുടെ ഫോക്കസിനെ ഇന്നത്തെ ചെറിയ ചെറിയ ലാഭങ്ങളിൽ നിന്ന് നാളത്തെ വലിയൊരു ചിത്രത്തിലേക്ക് മാറ്റാൻ. ഇത് വെറുതെ പറയുന്നതല്ല. ഹാർവർഡ് ബിസിനസ് റിവ്യൂ പോലും ഇതാണ് പറയുന്നത്. വിശ്വാസം അഥവാ ട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പെർഫോമൻസിനെ പല മടങ്ങ് കൂട്ടുന്നൊരു കാര്യമാണ്. പക്ഷേ അതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ വർഷങ്ങളെടുക്കും, സ്ഥിരത വേണം. അതേസമയം അത് തകർക്കാൻ ഒരൊറ്റ ഉച്ച തിരിഞ്ഞാൽ മതി. നിങ്ങളുടെ ഓരോ തീരുമാനവും ഒന്നുകിൽ ഈ വിശ്വാസമെന്ന ബാങ്ക് അക്കൗണ്ടിലേക്കുള്ളൊരു ഡെപ്പോസിറ്റാണ്, അല്ലെങ്കിൽ അതിൽ നിന്നുള്ളൊരു വിഡ്രോവലാണ്. ഓർക്കണം, വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയത് കളയാൻ ഒരു നിമിഷം മതി. അപ്പോ എല്ലാം കേട്ടുകഴിഞ്ഞല്ലോ. ഇനി നിങ്ങളുടെ മുന്നിൽ ഈ ഒരു ചോദ്യം മാത്രം ബാക്കി വയ്ക്കുകയാണ്. നിങ്ങളെടുക്കാൻ പോകുന്ന അടുത്ത തീരുമാനം അതൊരു ഷോർട്ട് ടേം ലാഭത്തിനു വേണ്ടിയുള്ളതാണോ, അതോ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണോ? ആലോചിക്കുക. കാരണം നിങ്ങളുടെ ഉത്തരം അതുതന്നെയായിരിക്കും നിങ്ങളുടെ ഭാവിയെ നിർവചിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.